നോക്കിയടാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. നോക്കിയേ, when the length and area of cross section both are double then its resistance. അപ്പൊ നമ്മൾ ഒരു കണ്ടക്ടറിന്റെ ലെങ്തും അതിന്റെ ഏരിയയും എന്ത് ചെയ്യാണ്, രണ്ടും ഡബിൾ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കണം ചോദിച്ചേക്കുന്നത്. എന്താ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ? റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നല്ലേ പഠിച്ചിട്ടുള്ളത് ആണ്. ഇവിടെ നമ്മൾ എന്താക്കിന്നാ പറഞ്ഞേ, ലെങ്കിനെ 2L ആക്കി, ഏരിയനെ എന്താക്കി, ഏരിയനെ 2A ആക്കി. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷിന്റെ വാല്യൂ എന്താ വരുന്നത്? റോ ഇൻറ്റു 2L ഡിവൈഡ് ബൈ 2A എന്ന് വരും. 2 2 ക്യാൻസൽ ആയിക്കാൻ നമുക്ക് എന്തെന്ന് തന്നെ വരും? റോ എൽ ബൈ എ എന്ന് തന്നെ വരും. അതായത് ആർ ഡാഷ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് വരും? ആറിനോട് ഈക്വൽ ആണെന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ 3 വിൽ റിമൈൻ ദ സെയിം എന്നുള്ളതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കണം, ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ 20 ohms it is so stretched that the length become 3 times. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തിന്റെ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 20 ohm ആണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ, ഇതിനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇതിനെ നമ്മൾ 3 മടങ്ങാക്കി മാറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആർ ഡാഷ് വിൽ ബി ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു ആർ നമുക്ക് കൊടുക്കാം. n സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9. 9 ഇൻറ്റു 20 എന്ന് വരും. 9 ഇൻറ്റു 2 എത്രയാ? 18 ആണ്. സോ 180 ഓം എന്നല്ലേടാ വരുന്നത് ആണ്. എവിടെ ആൻസർ ഉള്ളത്? ഓപ്ഷൻ 4 നമുക്ക് ആൻസർ ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. എന്താ? ഒരു വയറിന്റെ റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിന്റെ മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേടാ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? There is a current of 20 ampere in a copper wire of 10 raised to minus 6 square meter area of cross section. അപ്പൊ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ എത്രയാ? 20 ആംപിയർ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോപ്പർ വയറിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നു. അതിന്റെ ഏരിയ എത്രയാണെന്നാ പറയുന്നത്? 10 raised to minus 6 meter square ആണെന്ന് പറയുന്നു. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നു. If the number of free electron per cubic meter is 10 raised to 29, the number of electrons per cubic meter എന്ന് പറയുന്നത് 10 raised to 29 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. പറഞ്ഞേ, എന്താ നമുക്ക് അവിടുത്തെ ഇക്വേഷൻ വരുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി VD വിൽ ബി ഈക്വൽ ടു, എങ്ങനെ നമ്മൾ എഴുതും? നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. I is equal to NEA VD. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആണ്. അവിടുന്ന് VD ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I ഡിവൈഡഡ് ബൈ NEA എന്നല്ലേടാ കിട്ടുന്നത് ആണ്. എല്ലാത്തിന്റെയും വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണല്ലോ. അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. I എന്ന് പറയുന്നത് എത്രയാ? 20 ആംപിയർ ആണ്. ഡിവൈഡഡ് ബൈ, നമുക്ക് യൂണിറ്റ് എഴുതണ്ടല്ലോ, 20 എന്ന് എഴുതിയാൽ മതി. 20 ആംപിയർ ആണ്. ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് എത്രയാ? 10 raised to 29 ആണ്. E എന്ന് പറയുമ്പോഴത്തേനും 1.6, ഞാനാണെങ്കിൽ 3/2 എന്ന് എടുക്കുവാണ്. 1.6 ഇൻറ്റു 10 raised to minus 19 ആണ്. മേലിൽ വരുമ്പോഴത്തേക്ക് എന്ത് വരും? 10 raised to 19 എന്ന് വരും. ഇൻറ്റു ഏരിയ എത്രയാന്ന് പറയുന്നു? ഏരിയ എന്ന് പറയുന്നത് 10 raised to minus 6 ആണെന്ന് പറയുന്നു. മേലിൽ കറങ്ങി വരുമ്പോഴത്തേക്ക് എത്രയായത്? 10 raised to 6 ആയിട്ട് മാറിയെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണ്. ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇനി വരുന്നതെന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്, ക്യാൻസൽ ചെയ്യാൻ ആരുമില്ല. 2 ഇൻറ്റു 2 4 ആണ്. അപ്പൊ 40 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു നമുക്ക് എന്താ വരുന്നത്? 10 raised to 19 10 raised to 6 കൂടെ ആകുമ്പോഴത്തെ എത്ര വരും? 10 raised to 25 എന്ന് വരും. ഇൻറ്റു 10 raised to minus 29 എന്ന് വരും. ഇവിടെ എത്ര വരും? 4/3 ഇൻറ്റു 10 raised to 26 ഇൻറ്റു 10 raised to minus 29. 29 26 പോയാൽ എത്രയാണ് വരുന്നത്? 3 അല്ലേടാ വരുന്നത് ആണ്. സോ 4/3 ഇൻറ്റു 10 raised to minus 3 എന്ന് വരും. എത്രയാ 4/3 എന്ന് പറയുന്നത്? 4/3 എന്ന് പറയുന്നത് 1.25 ആണ്. സോ 1.25 ഇൻറ്റു 10 raised to minus 3, അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 1.25 ഇൻറ്റു 10 raised to minus 3 ഓപ്ഷൻ 3 ആൻസർ അടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? The electric intensity E, current density J and specific resistance rho are related to each other by the relation. ഇവർ 3 പേരും തമ്മിലുള്ള എന്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്? റിലേഷൻ എഴുതാനാ പറഞ്ഞേക്കുന്നത്. നമുക്ക് അറിയാവുന്ന റിലേഷൻ എന്താ? കറന്റ് ഡെൻസിറ്റി J വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? 1/ρ ആണ് സിഗ്മ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? J എന്ന് പറയുന്നത് E ഡിവൈഡഡ് ബൈ റോ ആന്ന് പറയാം. അവിടുന്ന് E വിൽ ബി ഈക്വൽ ടു എന്ത് വരും? റോ ഇൻറ്റു J എന്നല്ലേ വരുന്നത് ആണ്. റോ ഇൻറ്റു J എന്ന് വരും. ആൻസർ ഉണ്ടോ നോക്കിയാൽ റോ J അല്ലെങ്കിൽ J റോ. ഓപ്ഷൻ 2 ആൻസർ ഇടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്? ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ദ റെസിസ്റ്റൻസ് ഡിക്രീസസ് ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയണം എന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കണം? അതൊരു സെമി കണ്ടക്ടറിനായിരിക്കണം. തന്നേക്കുന്ന സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആരാ? ജെർമേനിയം അല്ലേ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ റിലാക്സേഷൻ ടൈം ഇൻ കണ്ടക്ടേഴ്സ്. എന്താ റിലാക്സേഷൻ ടൈം ആരോട് ഇൻഡിപെൻഡന്റ് ആണോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഡിപ്പെൻഡന്റ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ നോക്കിയേ, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. റിലാക്സേഷൻ ടൈം ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് ഇൻക്രീസ് ചെയ്യാറുണ്ടോ? ഇല്ല. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് എന്താ ചെയ്യുന്നത്? റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ ആൻസർ പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ 2 ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ എന്നല്ലേടാ പറയാൻ പറ്റുന്നത്. ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ദ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൈൻ വയർ ഓഫ് അയൺ ഈസ് ആർ. അപ്പൊ എന്താ, നമ്മുടെ കയ്യിൽ അയണിന്റെ വയർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 6 ആണെന്ന് പറഞ്ഞേക്കുന്നു. ഇഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് റേഡിയസ് ആർ ബോത്ത് ഡബിൾഡ് ദെൻ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നമ്മൾ ലെങ്തിനെ 12 ആക്കി മാറ്റുന്നു, അതിന്റെ റേഡിയസിനെ 2r ആക്കി മാറ്റുന്നു. നോക്കിയേ, ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പറഞ്ഞേ എന്താ വരുന്നത്? റോ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ഏരിയക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തുകൂടെടാ. പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കാനായിട്ട് പറ്റും. പറ്റത്തില്ലേ? പറ്റും. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത്. ആർ ഡാഷ് ആകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? റോ ഇൻറ്റു 2l ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 2r ദ ഹോൾ സ്ക്വയർ എന്നാവും. അല്ലെ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? റോ ഇൻറ്റു 2l ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 4r സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. ഇതിനെ കോമൺ ആക്കിയതാ. ഈ രണ്ടും ഈ 4 ക്യാൻസൽ ചെയ്താൽ 2 താഴെ വരും. സോ 1/2 എടുക്കുന്നു. ബാക്കി നമുക്ക് എന്താ എഴുതാം? റോ എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഒരു ഹാഫ് ഇൻറ്റു ആർ ആണ് എന്തെന്ന് പറയുന്നത്? ആർ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് നേരെ പകുതിയായിട്ട് മാറും. പിന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ കാര്യവും പറയുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവുമോ? ഇല്ല. സ്പെസിഫിക് റെസിസ്റ്റൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും. സോ നോക്കി ഏത് ആൻസർ വരുന്നത്? ദ റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ് ആൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്ട്. അപ്പൊ ഓരോ പാർട്ടിനും ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എത്രയാന്ന് പറയാൻ നമുക്ക് r/n എന്ന് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദീസ് പാർട്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പാർട്ടുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് സച്ച് കണക്ഷൻ വിൽ ബി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും ചോദിച്ചേക്കുന്നത്? എന്ത് വരും ഇവിടെ? ആർ ഇക്വാലന്റ് എന്ന് പറയുന്നത് ആർ ഇക്വാലന്റ് വിൽ ബി ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് വെച്ചാൽ എൻ ടൈംസ് നമ്മൾ എന്തിരിക്കുകയാണ്? അതിന് താഴെ കണക്ട് ചെയ്തിരിക്കുകയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ആർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്നല്ലേടാ വരുന്നത്. ആണ്. ആർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ എന്നാ വരുന്നത്. അപ്പൊ എത്ര ഈക്വൽ പാർട്ട് ആക്കി എന്നാ പറഞ്ഞത്? 10 ഈക്വൽ പാർട്ട് ആക്കി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? n നമുക്ക് 10 എന്ന് കൊടുക്കാന്ന് പറയും. സോ ആർ ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഓർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.01 r എന്നല്ലേടാ വരുന്നത്. ആണ്. 0.01 r എന്ന് വരും. ആൻസർ ഉണ്ടോ എന്ന് ചോദിക്കേ. ആൻസർ ഉണ്ട്. ഓപ്ഷൻ 1 നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ. എ വയർ ഹാസ് റെസിസ്റ്റൻസ് 12 ഓം. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു വയർ ഉണ്ട്. വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 12 ഓം ആണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ടു ഫോം എ സർക്കിൾ. എന്ത് ചെയ്തു? ഇതിനെ ഇപ്പൊ നമ്മളൊരു സർക്കിൾ ആക്കി മാറ്റി എന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓഫ് എനി ഡയമീറ്റർ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡയമീറ്ററിന് അക്രോസ് ഉള്ള ഏതെങ്കിലും ഒരു 2 പോയിന്റ് എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് റെസിസ്റ്റൻസ് എത്ര വരും എന്നാ ചോദിച്ചേക്കാം. നോക്കിയേ, 12 ഓം ഉള്ളതിനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 6 ഓം ഉള്ള 2 റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്ത എഫക്റ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്. ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 ഓം ആണെന്ന് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് പോയിന്റ് ഈസ്. ഈ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ് നമ്മൾക്ക് ചോദിച്ചേക്കുന്നത് അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, ഞാൻ ഇവിടെ വിഇനെയും വിസിനെയും എടുക്കുകയാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര വരും? 0 എന്ന് വരും. താഴെ എടുത്ത് എഴുതിയേക്കുന്ന കണ്ടില്ലേ? അപ്പൊ നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? വിഇ മൈനസ് വിസി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയാം? അവിടുത്തെ എന്താ വി എന്ന് പറയുന്നത് എന്താ? വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നല്ലേ പറയുന്നത്. ആണ്. അപ്പൊ അതിൽ കൂടെ എടുക്കുന്ന കറണ്ട് ഇൻറ്റു അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസിനോട് ഈക്വൽ. അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ല, അതിന്റെ ഈ ഇരിക്കുന്ന ഒരു ഓം റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ് നമുക്ക് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൽ കൂടെ എടുക്കുന്ന നെറ്റ് കറണ്ടിനെ കണ്ടുപിടിക്കണം. സോ നെറ്റ് കറണ്ടിനെ കണ്ടുപിടിക്കാം. നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്താ? കറണ്ട് ഐ വിൽ ബി ഈക്വൽ ടു വി ബൈ ആർ ആണ്. വി എന്ന് പറയുന്നത് എത്രയാ? 8 വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാ വരുന്നത്? ആർ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ 5 ഒന്നും കൂടെ സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയാൻ നമുക്ക് എത്ര വരുവാടാ? 6 ഓം എന്ന് വരും. സോ കറണ്ട് നമുക്ക് എത്ര കിട്ടുന്നത്? 8/6. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് 4/3 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. നോക്കിയേ, വിഇ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മൈനസ് വിസി എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് 4/3 ആണ്.
4/3 എത്രയാ വരുന്നത്? പക്ഷെ ഇവിടെ കറണ്ട് ഒഴുകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്കല്ലേ കറണ്ട് ഒഴുകത്തുള്ളൂ, ആ ഡയറക്ഷനിലേ കറണ്ട് ഒഴുകത്തുള്ളൂ. അപ്പൊ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്തെടുക്കണം നമ്മള്? നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ടേ? -4/3 × 1 അല്ലേടാ വരുന്നത്. സോ വിയുടെ അവിടുത്തെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും? -4/3 വോൾട്ട് എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ആയിരുന്നു. മുന്നോട്ടേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ചെയ്തു നോക്കാതെ നമ്മൾ ആൻസറിലേക്ക് വരും. നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? വീസ്റ്റൺസ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 5 റെസിസ്റ്റൻസും 6 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നെറ്റ് എഴുതാനായിട്ട് ചോദിച്ചു, അതിന്റെ എഫക്റ്റീവ് എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? അതിന്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തേക്കുന്ന 6 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേ, ഇവിടെ കാണുന്നതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ഓം ആയിരിക്കും. ചെയ്തു നോക്കേണ്ട കാര്യമില്ല. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിച്ചോഫ് സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ്. ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലോ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. In an experiment of meter bridge, a null point is obtained at the center of the bridge wire. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ മീറ്റർ ബ്രിഡ്ജ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമായിരുന്നു. നൾ പോയിന്റ് ബ്രിഡ്ജിന്റെ സെന്ററിലായിട്ട്, അല്ലെ, ബ്രിഡ്ജിന്റെ വയറിന്റെ സെന്ററിലായിട്ടാണ് നമുക്ക് നൾ പോയിന്റ് കിട്ടിയെന്ന് പറയുന്നു. അതിനെന്താ പറയുന്നത്? when a resistance of 10 ohm is connected in one gap, the value of resistor in another gap. ഒരു ഗ്യാപ്പിൽ നമ്മൾ 10 ohm റെസിസ്റ്റർ കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം H/R will be equal to എന്താടാ വരുന്നത്? L/100 - L. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇപ്പൊ നോക്കിയേ, H എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് /R എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 10 ആണ്. ബാലൻസ് ലെങ്ത് പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 50 സെന്റിമീറ്ററിലായിരിക്കും. സോ ദാറ്റ് ഡിവൈഡ് ബൈ 50 എന്ന് വരും. 100 - 50 50 എന്ന് തന്നെ വരും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? Hന്റെ വാല്യൂ നമുക്ക് 10 ohm എന്ന് അവിടെ ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 10 ohm ഓപ്ഷൻ 1 ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ മീറ്റർ ബ്രിഡ്ജ് ദ ബാലൻസിംഗ് ലെങ്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഓഫ് 1 ohm ഈസ് ഇൻ റൈറ്റ് ഗ്യാപ്പ് ഈസ് ഫൗണ്ട് ടു ബി 20 സെന്റിമീറ്റർ. ദ വാല്യൂ ഓഫ് അൺറോൺ റെസിസ്റ്റൻസ്. വീണ്ടും മീറ്റർ ബ്രിഡ്ജ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാലൻസിംഗ് ലെങ്ത് തന്നേക്കുന്നത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 1 ohm റെസിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അൺറോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ അഗെയിൻ H/R will be equal to L/, നമുക്ക് എന്ത് കൊടുക്കാം? 100 - L എന്ന് കൊടുക്കാം. H ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. R എന്ന് പറയുന്നത് എത്രയാ? R എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 1 ohm അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ 20 ആണ്. ഡിവൈഡ് ബൈ 100 - L എന്ന് പറയുമ്പോൾ എത്ര വരും? 80 എന്ന് വരും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? H will be equal to 20 ഡിവൈഡ് ബൈ 80. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ വരുന്നത്? 1/4 എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നത്? 1/4 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 0.25 ohm അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എത്രാമത്തെ? 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. A constant voltage is applied across the wire of a constant length. Then the drift velocity of the electron. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളടുത്ത് എന്താടാ പറഞ്ഞേക്കുന്നത് ഇവിടെ? നമ്മളടുത്ത് പറഞ്ഞേക്കുന്നു നമ്മളൊരു കോൺസ്റ്റന്റ് വോൾട്ടേജിനെ എന്ത് ചെയ്യാണ്? ഒരു വയറിന് അക്രോസ്, ഒരു കോൺസ്റ്റന്റ് ലെങ്ത് ഉള്ള ഒരു വയറിന് അക്രോസ് നമ്മളൊരു കോൺസ്റ്റന്റ് വോൾട്ടേജിനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. എന്താ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി VD will be equal to mu into V divided by L എന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഡിപ്പെൻസ് ഓൺ ദ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന്, ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഡിപ്പെൻഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറയുന്നുണ്ട്. ലെങ്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഇക്വേഷനിൽ നമുക്ക് ഏരിയയുടെ ടൈം ഉണ്ടോ? ഇല്ല. സോ അതെന്ത് ചെയ്യുന്നില്ല? ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ഡസ് നോട്ട് ഡിപ്പെൻസ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. അറ്റ് എ റൂം ടെമ്പറേച്ചർ 0°C ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് എലമെന്റ് ഈസ് 100 ohm. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? 0°C നമുക്ക് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ohm ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? അപ്പൊ തന്നേക്കുന്നത് എന്താ? R0 ആണ് തന്നേക്കുന്നത്. എത്രയാണ്? 100 ohm എന്ന്. ഇനി നോക്കിയേ, കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദി എലമെന്റ് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 117 ohm. 117 ohമിലേക്ക് അതിന്റെ റെസിസ്റ്റൻസ് മാറുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ RT ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 117 ohm എന്ന് പറയാം. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.7 into 10⁻⁻⁴ സെൽഷ്യസ് ഇൻവേഴ്സ് ആണ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, എന്താണ് നമുക്ക് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്താ? RT will be equal to
R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ തീറ്റ തന്നെയാണ് ഇക്വേഷൻ വരുന്നത്. ആണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. 117 വിൽ ബി ഈക്വൽ ടു R0 എന്ന് പറയുന്നത് എത്രയാ 100 ആണ് ഇൻറ്റു 1 പ്ലസ് ആൽഫയുടെ സ്ഥാനത്ത് എത്രയാ 1.7 ഇൻറ്റു 10⁻⁻⁴ ആണ് കിടക്കുന്നത്. ഇൻറ്റു നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ടെമ്പറേച്ചർ ചേഞ്ച് കണ്ടുപിടിക്കാനുള്ളത്. ഡെൽറ്റ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ ടി ടെമ്പറേച്ചർ -0 -0 എടുക്കണ്ടല്ലോ, വേണ്ട. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, തീറ്റ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ 100 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത്, 1.17 വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് എന്ത് വരുവാടാ 1.7 ഇൻറ്റു 10⁻⁴ തീറ്റ എന്ന് വരും. ഇതിങ്ങിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത് 0.17 ഈസ് ഈക്വൽ ടു 1.7 ഇൻറ്റു 10⁻⁴ തീറ്റ എന്ന് വരും. ഓർ അവിടുന്ന് തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം, തീറ്റ വിൽ ബി ഈക്വൽ ടു എന്താണ് വരുന്നത് 0.17 ഡിവൈഡ് ബൈ 1.7 ഇൻറ്റു 10⁻⁴ എന്ന് വരും. ഞാൻ ഈ 0നെ മാറ്റി കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാം, ഇവിടെ അതിനെ മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാം 1.7 ഇൻറ്റു 10⁻³ എന്ന് പറയാം. ഓർ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും 10⁻³ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ നോക്കി ഓപ്ഷൻ 1 നമുക്ക് ആൻസർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 1 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ആക്ച്വലി ഇത്ര എഴുതി പോകേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ പറ്റും. കാര്യം 0.17 1.7 എന്തായാലും വെട്ടിപ്പോടെ, വേറെ വാല്യൂസ് ഒന്നും വരുന്ന ആൻസർ കിട്ടാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. ഒന്നിൽ തുടങ്ങുന്ന ആൻസർ 1000°C നമുക്ക് അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ട് പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നോക്കിക്കേടാ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയത്, 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ എന്താ പറഞ്ഞേക്കുന്നത്, 2 identical batteries each of EMF 2 volt and the internal resistance R is equal to 1 ohm are connected as shown in the figure. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ കയ്യിൽ 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ബാറ്ററീസ് ഉണ്ട്. രണ്ടിന്റെയും EMF എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നത് 2 വോൾട്ട് ആണെന്ന് പറയുന്നു. രണ്ടുപേരുടെയും ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ് 1 ohm ആണെന്ന് പറയുന്നു. നമുക്ക് ആ തന്നേക്കുന്ന കണക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the maximum power that can be developed across R using these batteries. അപ്പൊ Rന് across ആയിട്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പവർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആദ്യം നമുക്ക് ഇവിടുത്തെ കോമൺ പൊട്ടൻഷ്യലിനെ കണ്ടുപിടിക്കാം. സോ വി കോമൺ വിൽ ബി ഈക്വൽ ടു എന്താണ് E1 ഡിവൈഡ് ബൈ R1 പ്ലസ് E2 ഡിവൈഡ് ബൈ R2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ വരുന്നത് 1/R1 പ്ലസ് 1/R2 തന്നെ വരുന്നത്. ആണ് E1 എന്ന് പറയുന്നത് എത്ര 2 ആണ്. 2 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഡിവൈഡ് ബൈ 1 എത്ര വരും 2 പ്ലസ് 2 എന്ന് വരും. ഡിവൈഡ് ബൈ 1/R1 പ്ലസ് 1/R2 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ 1 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 എത്രയെന്ന് കിട്ടും, 2 വോൾട്ട് എന്ന് കിട്ടത്തില്ലേ നമുക്ക് അവിടുത്തെ കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കിട്ടും. ഇനി അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, I വിൽ ബി ഈക്വൽ ടു V നെറ്റ് ഡിവൈഡ് ബൈ R നെറ്റ് ചെയ്താൽ പോരെ, മതി. V നെറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിപ്പോ കിട്ടി 2 ആണ്. ഡിവൈഡ് ബൈ R നെറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, ഈ ഒന്നും അല്ലേ കിടക്കുന്നത്, ആണ് ഒന്നും പിന്നെ ഒരു അരേ ഇല്ലേ ഉണ്ട്. ഒന്നും എങ്ങനെയാണ് കിടക്കുന്നത്, ഒന്നും പാരലായിട്ടാണ് കിടക്കുന്നത്. സോ അവിടുത്തെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 0.5 വരും. R എഫക്റ്റീവ് എടുക്കുമ്പോൾ എത്ര വരും 0.5 പ്ലസ് 0.5 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ കോമൺ പൊട്ടൻഷ്യൽ 2 ആണ്. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ടും എത്ര തന്നെയാണെന്ന് കിട്ടി 2 ആംപിയർ ആണ് നമുക്ക് കിട്ടിയില്ലേ, കിട്ടി. ഈ പവറിന്റെ ഇക്വേഷൻ എന്താ, പവർ വിൽ ബി ഈക്വൽ ടു I² ഇൻറ്റു R ആണ്. I² എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4 എന്ന് വരും. ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ് കിടക്കുന്നത്, ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ കിടക്കുന്നത് എത്രയാണ്, ഇതിൽ കൂടെ പോകുന്നതിനല്ലേ കണ്ടുപിടിക്കേണ്ട പവർ ആണ്. സോ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, ഇൻറ്റു നമുക്ക് ഹാഫ് എന്ന് കൊടുക്കാം. അപ്പൊ പവർ എത്രയെന്ന് കിട്ടും, 2 വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ, ഓപ്ഷൻ 3യിൽ നമുക്ക് ആൻസർ അടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദി ഫിഗർ 5 ohm resistor develop a heat of 10 calorie per second due to the current flowing through it. The heat developed per second in the 2 ohm resistors. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ കയ്യിൽ തന്നേക്കുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിനകത്ത് 5 ohm റെസിസ്റ്ററിനകത്ത് അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്, 10 calorie per second ആണ് നമുക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം, ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാനിപ്പം I എന്ന് വിളിക്കാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം എനിക്ക്, I² R എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ 10 calorie per second തന്നേക്കുന്നതെന്ന് പറയാം അല്ലേ. I² ഇൻറ്റു R എന്ന് പറയുന്നത് 5 ആണ്. അതിന്റെ വാല്യൂ ആണ് എനിക്ക് എത്ര തന്നേക്കുന്നത്, 10 എന്ന് തന്നേക്കുന്നതെന്ന് പറയാം. ഇനി എനിക്ക് എന്താ വേണ്ടുന്നത്, ഈ 2 ohmiൽ കൂടെ ഉണ്ടാവുന്ന അവിടെ ഡെസിപ്പിറ്റ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ ഹീറ്റ് പെർ സെക്കൻഡ് ആണ് എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് I ആണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരുന്നത്, 9 6 കൂടെ ചേരുമ്പോൾ 15 ohm എന്നല്ലേ വരുന്നത്, ആണ്. ഇത് 5 ohm ആണ്, ഇത് 15 ohm ആണ്. അതായത് 5ന്റെ 3 ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ 15 എന്ന് പറയുന്നത്. അതായത് I കൂടെ എത്ര കറണ്ട് ഒഴുകുന്നുണ്ടോ അതിന്റെ 3/1 കറണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഇതിൽ കൂടെ ഒഴുകത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുവാണ്, ഇനി ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ഞാൻ പറയുകയാണ്, ഇവിടെ 3I ആണ് ഒഴുകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് പറയാം, ഉറപ്പായിട്ടും ഈ ഒരു 15 ohm കൂടെ ഒഴുകാൻ പോകുന്നത് I കറണ്ട് ആയിരിക്കും എന്ന് പറയാം. ജസ്റ്റ് ലോജിക് അപ്ലൈ ചെയ്ത് പറയുന്നതാണ്. 5നെക്കാളും 3 ഇരട്ടിയാണ് മേലത്തെ റെസിസ്റ്റർ എങ്കിൽ
5 എത്ര കറണ്ട് ഒഴുകുന്നു അതിന്റെ 3-1 കറണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മുകളിലത്തെ റെസിസ്റ്ററിൽ കൂടെ ഒഴുകത്തുള്ളൂ. അപ്പൊ ഇവിടെ 3i ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് പറയാം, 9i² × 5 ആണ് എന്തെന്ന് പറഞ്ഞു തന്നേക്കുന്നതെന്ന് പറയാം, 10 എന്ന് പറഞ്ഞു തന്നേക്കുന്നതെന്ന് പറയാം. ഇവിടെ 3iയും ഇവിടെ iയും ആണെങ്കിൽ ഇതിൽ കൂടെ വരുന്ന കറണ്ട് എത്രയായിരിക്കും, ഇവിടെ 4i ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പറയാം, ഇവിടെ നിന്ന് എനിക്ക് പറയാം 16 × i² × r എത്രയാ, 2 ആണ്. അതിന്റെ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിനെ ഞാൻ t എന്ന് വിളിക്കുന്നു. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി എനിക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുന്നത്, p = 16i² × 2 ഡിവൈഡഡ് ബൈ എന്ത് വരും, 10 = എന്തെന്ന് വരുവാടാ, 10 = 9i² × 5 എന്നല്ലേ വരുന്നത്. ആണ് ഇവിടെ i² എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയൊന്നും ക്യാൻസൽ ചെയ്യാനായിട്ടില്ലല്ലോ, ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, p/10 എന്ന് പറയുന്നത് എത്രയാന്ന് പറയാം, 16 × 2 ഡിവൈഡ് ബൈ 9 × 5 എന്ന് പറഞ്ഞിവിടെ പറയാൻ പറ്റും. അവിടെ നിന്ന് എനിക്ക് p യുടെ വാല്യൂ എത്ര കിട്ടുന്നത്, p will be equal to 16 × 2 ഡിവൈഡഡ് ബൈ 16 × 2 × 10 ഡിവൈഡ് ബൈ എന്ത് വരും, 9 × 5 എന്ന് വരും. 5ഉം 10 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇവിടെ എത്രയെന്ന് കിട്ടും, അവിടെ എനിക്ക് 2 നല്ല കിട്ടുന്നത് ആണ്. സോ 16 × 4 എന്ന് പറയുന്നത് എത്രയാടാ, 16 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 6 × 4 24, 4 6 2 1 4 2 64. ഇപ്പൊ എത്ര കിട്ടുന്നത്, 64 ഡിവൈഡഡ് ബൈ 9 എന്നല്ലേ നമുക്ക് കിട്ടുന്നത് ആണ്. 64 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നത്, 7.1 കലോറി എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ആൻസർ എവിടെയാണ് ഉള്ളത്, ഓപ്ഷൻ 2 നമുക്ക് ആൻസർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, EMF of cell is 1.25 volt and its internal resistance is 2 ohm. അപ്പൊ എന്താ പറയുന്നത്, ഒരു സെല്ലുണ്ട്, അതിന്റെ EMF എന്ന് പറയുന്നത് 1.25 വോൾട്ട് ആണ് പറയുന്നു. അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നു, 2 ohm എന്ന് പറയുന്നു. നമ്പർ ഓഫ് such cells are connected in series with a resistance of 30 ohm. എന്താ, ഇങ്ങനെയുള്ള കുറച്ച് റെസിസ്റ്റൻസ് നമ്മൾ എന്താ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു 30 ഓമുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. So that the current in the circuit is 0.5 ആംപിയർ. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് 0.5 ആംപിയറും ആണ്. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞേക്കുന്നത്, നമ്പർ ഓഫ് സെൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, സീരീസ് ആണെങ്കിൽ I എന്ന് പറയുന്നത് എന്താ, NE ഡിവൈഡഡ് ബൈ NR + R എന്നല്ലേ പറയുന്നത്. സീരീസ് ആണെങ്കിൽ അല്ല, ഇത്രയും ബാറ്ററീസിനെ ആറുമായിട്ട് സീരീസ് കണക്ട് ചെയ്തേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് വരുന്ന എങ്ങനെയാണ്, അവര് മൊത്തത്തിൽ പാരലൽ ആയിരിക്കും, പിന്നെ ഇയാളുമായിട്ട് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ NE ഡിവൈഡ് ബൈ NR + R നമുക്ക് അവിടെ ഇക്വേഷൻ വരുന്നത് ആണ്. ഐയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 1/2 ആണ്. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, E എന്ന് പറയുന്നത് എത്രയാടാ, E എന്ന് പറയുന്നത് 1.25 ആണ്. ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 5/4 എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ N × സ്മോൾ r എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എത്രയാ, 30 ആണ് അല്ലേ, ആണ്. സോ ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെയാ വരുന്നത്, 1/2 = 5n ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ n × 2 എന്ന് പറയുന്നത് 2n ആണ്. സോ 2n + 30 എന്ന് വരും ഇല്ലേ, വരും. ഇത് ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം, n + 15 will be equal to 5n ഡിവൈഡ് ബൈ 4 എന്ന് പറയാം, ഓർ 4n + 15 × 4 ആകുമ്പോൾ എത്ര വരും, 30 60 എന്ന് വരത്തില്ലേ, വരും. സോ 4n + 60 = 5n എന്ന് വരും. അപ്പൊ എന്താ, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ 60 will be equal to n എന്ന് വരും. അപ്പൊ എന്നിന്റെ വാല്യൂ എനിക്ക് എത്രയെന്ന് കിട്ടി, 60 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ആൻസർ എടുക്കാം, ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഇങ്ങനത്തെ റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്, R equivalent will be equal to R1 divided by 2 into 1 plus root of 1 plus 4R2 divided by R1. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ ഇക്വേഷൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. നോക്കിയേ, R1 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ആളും R2 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ആളുമാണ്. സോ R1 എന്ന് പറയുന്നത് R ആണ്. R divided by 2 into 1 plus നമുക്ക് എന്ത് വരും, root of 1 plus 4 into R2 എന്ന് പറയുന്നത് എത്രയാടാ, 2R അല്ലേ, 2R divided by R1 എന്ന് പറയുന്നത് R ആണ്. R നമുക്ക് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് വരും, R/2 into 1 plus root of 4 × 2 8 ആണ്, 8 + 9. അപ്പൊ root 9 എന്ന് പറയുന്നത് എത്രയാ, 3 ആണ്. അപ്പൊ നമുക്ക് എത്ര വരും, R/2 into 4 എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് അവിടെ എത്രയാണ് ആൻസർ കിട്ടും, R effective എന്ന് പറയുന്നത് 2R എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 2R എന്ന് ഇവിടെ നമുക്ക് ഒളിച്ചു കിടക്കുന്നുണ്ട്, കണ്ടോ, 2R അവിടെ ഒളിച്ചു കിടക്കുന്നുണ്ടോ, ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഓപ്ഷൻ ഒളിച്ചിടപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്ത് വയ്ക്കാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയാൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയത്, 22ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നേ, ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഫൈൻഡ് ദ കറന്റ് ഇൻ മില്ലി ആംപിയർ ഇൻ ദ വയർ ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള കറണ്ടിനെ കണ്ടുപിടിക്കാൻ, മില്ലി ആംപിയറിൽ അവിടുത്തെ കറണ്ടിനെ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. നോക്കിയാൽ ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്,
അത് നമ്മുടെ റെസിസ്റ്റർ ആണ്. 1 കിലോ ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 2 കിലോ ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 2 കിലോ ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 1 കിലോ ഓം റെസിസ്റ്റർ ഉണ്ട്. എയും ബിയും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ബി എന്ന് പറയുന്ന ആ ഒരു വയറിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കൊടുത്തേക്കുവാന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആർ ഇക്വാലന്റ് പറഞ്ഞ എങ്ങനെയാ വരുന്നത്? ഇവർ രണ്ടും പാരലൽ തമ്മിൽ സീരീസ്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? അവർ രണ്ടും പാരലൽ ആകുമ്പോഴത്തേക്ക് നോക്കിയേ, ഇവിടുത്തെ ഒരാളുടെ ഒരു സൈഡിൽ വരുന്നത് എന്താ? 2 × 1/2 + 1 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്നല്ലേ വരുന്നത്? ആണ്. 2/3 ഉം 2/3 ഉം എങ്ങനെയാണ് കിടക്കുന്നത്? സീരീസിലാണ് കിടക്കുന്നത്. സോ ആർ ഇക്വാലന്റ് എന്ന് പറയുന്നത് എന്ത് വരും? 2/3 × 2 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4/3 എന്ന് വരും. വരത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർ ഇക്വാലന്റ് കിട്ടി. ഇനി എങ്ങനെ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത്? ഐ വിൽ ബി ഈക്വൽ ടു V/R ആണ്. വി എന്ന് പറയുന്നത് എത്രയാ? 32 വോൾട്ട് ആണ്. സോ അതേ ഡിവൈഡ് ബൈ ആർ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4/3 എന്ന് മാത്രം കൊടുക്കരുത്. ഇവിടെ ആർ ഇക്വാലന്റ് കിട്ടിയത് കിലോ ഓം അല്ലേ? ആണ്. ഇവിടെ നമുക്ക് വോൾട്ടിലല്ലേ കിടക്കുന്നത്? എത്ര യൂണിറ്റ് അല്ലേ? അപ്പൊ കിലോ ഓമിനെ മാറ്റി ഓമിലോട്ട് ആക്കണ്ടേ? വേണം. സോ നമുക്ക് എന്ത് ചെയ്യണം? താഴെ ഒരു 10⁻³ കൂടെ കൊടുക്കേണ്ടി വരത്തില്ലേ? വരും. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് ഒന്ന് പറഞ്ഞേടാ. 4 32 കൂടെ ആകുമ്പോഴത്തേന് എത്ര വട്ടം പോകും? 4 ഇൻറ്റു എത്രയാ? 8 × 4 അല്ലേ? ആണ്. 8 × 4 ആണ് വരുന്നത്. 3 × 8 എത്ര വരും? 324 എന്ന് വരും. സോ 24 × 10⁻² എത്ര വരുവാടാ? 24 × ഇവിടെ നമുക്ക് 10⁻³ അല്ലേ വരുന്നത്? ഇവിടെ നമുക്ക് 10⁻³ അല്ലേ? എടാ, കിലോ ഓമിനെ ഓമിലോട്ട് മാറ്റുമ്പം 4/3 × 10⁻³ എന്നല്ലേ വരുന്നത്? ആണ്. അപ്പൊ 4 × 10⁻³ താഴെ കൊടുക്കണം. കറക്റ്റ് അല്ലേ എഴുതിയേക്കുന്നത്? ആണ്. സോ ഇത് കറങ്ങി മേലെ വരുമ്പോഴത്തേനും 24 × 10⁻³ എന്ന് വരും. ഓർ നമുക്ക് അവിടെ എന്ത് പറയാം? 24 മില്ലി ആംപിയർ ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞുകൂടെടാ? പറയാനായിട്ട് പറ്റും. ഇതാണോ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? അല്ല. നമ്മൾ അവിടുത്തെ എന്തോ കണ്ടുപിടിച്ചത്? ഇവിടെ കൂടെ വരുന്ന കറണ്ടിനെയാണ് കണ്ടുപിടിച്ചത്. അവിടുത്തെ ടോട്ടൽ കറണ്ട് ആണ് എത്രയാണ് കണ്ടുപിടിച്ചത്? 24 മില്ലി ആംപിയർ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്കും പോകും, ഇങ്ങോട്ടേക്കും പോകും. ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ടിനെ ഞാൻ I1 എന്നും ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ എന്തും വിളിക്കുന്നു? I2 എന്നും വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ I1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? I1 will be equal to R2 divided by R1 plus R2 into I. കറണ്ട് ഡിവൈഡർ റൂൾ വെക്കുന്നു. I എന്ന് പറയുന്നത് 24 ആണ് കിട്ടി. R2 എന്ന് പറയുന്നത് എത്രയാ? R2 എന്ന് പറയുന്നത് ഇതാണ് R2, ഇതാണ് R1 എന്ന് പറയുന്നത്. R2 എന്ന് പറയുന്നത് അപ്പൊ എത്ര വരും? 2 ആണ്. 2/3 എന്ന് വരും. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് വരുന്നത്? 3 ഉം 24 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇവിടെ 8 എന്ന് വരും. അപ്പൊ 8 × 2 എത്രയാ? 16 എന്ന് വരും. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 16 മില്ലി ആംപിയർ ആണ്. അതുപോലെ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് അപ്പൊ എത്രയായിരിക്കും? 24 - 16 ആണ് വരുന്നത്. എത്ര വരും? 24 - 16 വരുന്നത്. ആണ്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്ക് എത്ര കിട്ടിയത്? 16 മില്ലി ആംപിയർ എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? I2 എന്ന് പറയുന്നത് 24 - 16 ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8 മില്ലി ആംപിയർ എന്ന് എഴുതി കൂടെ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്ര? 8 മില്ലി ആംപിയർ ആണെന്ന് പറയാം. നോക്ക്, I2 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് I2 തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. ആണ്. I1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങോട്ടേക്കും I1 ആണ് പോകുന്നതെങ്കിൽ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 - I2 ആയിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? I1 - I2 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? I1 എന്ന് പറയുന്നത് 16 ആണ്, I2 എന്ന് പറയുന്നത് 8 ആണ്. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയും കിട്ടും? 8 മില്ലി ആംപിയർ എന്ന് കിട്ടും. ആൻസർ എവിടെയാണ് കിടക്കുന്നത്? ഓപ്ഷൻ 1 നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയാടാ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്? നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിയ 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് കറന്റ് ത്രൂ ദ 3 റെസിസ്റ്റേഴ്സ് ഷോൺ ഇൻ ദി ഫിഗർ. തന്നേക്കുന്ന 3 റെസിസ്റ്റർ കൂടെ ഒഴുകുന്ന കറണ്ടിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരത്തില്ല? ഈ 4 ഓം കൂടെ കറണ്ട് ഒഴുകത്തില്ല. ബാക്കി നിൽക്കുന്നിടത്തൂടെ അല്ലേ ഒഴുകത്തോളൂ? ബാക്കി നിൽക്കുന്നിടത്തൂടെ ഒഴുകത്തോളൂ. ഇവിടുത്തെ V-net എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് പോളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ 4 - 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടും? 2 വോൾട്ട് എന്നല്ലേ ഇവിടെ ആൻസർ കിട്ടുന്നത്. ആണ്. ഇനി ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സീരീസ് ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 ഓം എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താ? കറണ്ട് I will be equal to V/R, that is equal to 2/10. എത്രയാണ് വരുന്നത്? 0.2 ആണ് വരുന്നത്. ഏത് വഴിയൊക്കെ ഒഴുകും? ഇതിൽ കൂടെ 0.2 പോകും. ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതിൽ കൂടെ കയറി പോകാൻ നിൽക്കുവോ? ഇല്ല. സോ നോക്കിയേ, ഏതാ നമുക്ക് ആൻസർ വരുന്നത് നോക്കി പറഞ്ഞേ. നോ കറണ്ട് ഇൻ എനി റെസിസ്റ്റൻസ് അല്ല, 0.2 ഇൻ ഓൾ റെസിസ്റ്റൻസ്. അതല്ലേ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പറ്റുന്നത്. ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക് ദ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് O. ഈ തന്നേക്കുന്നതിനകത്ത് O എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? V0 അല്ലെങ്കിൽ V at O will be equal to E1/R1 plus E2/R2 plus E3/R3 plus E4/R4 divided by എന്ത് വരും? 1/R1 plus 1/R2 plus 1/R3 plus 1/R4 എന്നല്ലേ വരുന്നത്. ആണ്. E1 എന്ന് പറയുന്നത് എത്രയാ? 40 വോൾട്ട് ആണ്.
സോ 40/4 പ്ലസ് E2 എന്ന് പറയുന്നത് എത്രയാണ് 33 അല്ലേ ആണ് 33/3 പ്ലസ് നമുക്ക് എത്ര വരുന്നത് 18/6 പ്ലസ് പിന്നെ എത്രയാണ് വരുന്നത് 20/4 എന്ന് വരും. അതേ ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയൊക്കെ വരും 1/4 പ്ലസ് 1/4 പ്ലസ് 1/6 പ്ലസ് 1/3 ഇത്രയല്ലേ വരുന്നത് ഇവിടെ 14 4 കൂടെ ക്യാൻസൽ ചെയ്താൽ 10 വരും. ഇവിടെ നമുക്ക് 11 വരും. 6ഉം 18 കൂടെ ആകുമ്പോഴത്തേക്ക് എത്ര വരുന്നത് 3 × 6 ആണ് 18 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ 3 എന്ന് വരും. അല്ലെ 20 4 കൂടെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും 5 എന്ന് വരും. അപ്പൊ നോക്കി 19 21 21 21 3 24 24 5 ആകുമ്പോൾ 29 എന്ന് വരും. സോ 29 ഡിവൈഡഡ് ബൈ എത്രയാണ് നമുക്ക് വരുന്നത് 29 ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയെന്ന് വരും നോക്ക് 1/4 പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ 2/4 ആയി. 2/4 എന്ന് പറയുന്നത് എത്രയാ 2/4 എന്ന് പറയുന്നത് 2/4 പ്ലസ് 1/6 പ്ലസ് 1/3 ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ രണ്ടും കൊടുത്തത് നമുക്ക് എന്ത് പറയാം ഇതെന്ന് പറയുന്നത് 2 1 3 അപ്പൊ 3/6 എന്ന് വരും. 2/4 പ്ലസ് 3/6 എന്നല്ലേ വരുന്നത് ഈ 2/4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1/2 എന്ന് കിട്ടും. സോ 1/2 പ്ലസ് 3/6 എന്ന് വരും. ഇതും നമുക്ക് 1/2 തന്നെ കിട്ടുന്നത് 1/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് എത്രയാ 1 അല്ലേ. സോ നമുക്ക് ഏതാ ആൻസർ കിട്ടുന്നത് 29 വോൾട്ട് എന്നല്ലേ ആൻസർ കിട്ടുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ 4 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഗിവൺ ബൈ കണ്ടക്ടിവിറ്റി ചോദിച്ചേക്കുന്നത് റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എന്ത് വരുന്നത് റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു m/ne² ടോ ഇതല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് m/ne² ടോ ആയിരുന്നു നമുക്ക് എന്ത് വരുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പം എന്താ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ആകുമ്പോഴത്തേക്ക് ഇത് തിരിയുമ്പോഴത്തേക്ക് എന്ത് വരും ne² ടോ ഡിവൈഡഡ് ബൈ m എന്നല്ലേ വരുന്നത് ne² ടോ ഡിവൈഡഡ് ബൈ m എന്ന് വരും. ആൻസർ എവിടെയാണ് കിടക്കുന്നത് ഓപ്ഷൻ 2ലാണ് നമുക്ക് അവിടെ ആൻസർ കിടക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നോക്കിയേ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും ഇവിടെ എ തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് എന്താ വരുന്നത് എ ആണ്. കാരണം ഇവിടെ ഒന്നും എന്ത് വരുന്നില്ല ഇടയ്ക്ക് നമുക്കൊരു റെസിസ്റ്റർ വരുന്നില്ലല്ലോ. ഇനി ഇവിടുത്തെ പോയിന്റിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം 1 എന്ന് കൊടുക്കാം. സോ നോക്കിയേ ഇവിടെ ആരൊക്കെയാ ഉള്ളത് എ ഉണ്ട് 1 ഉണ്ട് അതേപോലെ ബി ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം എ ഉണ്ട് 1 ഉണ്ട് ബി ഉണ്ട്. നോക്കിയേ എക്കും 1നും ഇടയ്ക്ക് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടടാ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ എങ്ങനെ കൊടുക്കാം നമുക്ക് എക്കും ബിക്കും ഇടയ്ക്ക് ഇങ്ങനെ പാരലൽ ആയിട്ടല്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആണല്ലോ. ഇന്ന് നോക്കിയേ 1നും ബിക്കും ഇടയ്ക്ക് ആരാ ഉള്ളത് 1നും ബിക്കും ഇടയ്ക്ക് നമുക്ക് ഒരു 6 ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആരൊക്കെ വരുന്നുള്ളത് 3R ഉം 3R ഉം 3R ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3R/3 ഇവിടെ എത്ര ഒരു 6 എന്ന് വരും. 6 6 തമ്മിൽ എങ്ങനെയാ 6 6 തമ്മിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടുത്തെ R എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും 2R എന്നല്ലേടാ വരുന്നത് സോ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ 1 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. പറഞ്ഞൂടെ പറയാനായിട്ട് പറ്റും. മുന്നോട്ടേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ എ ചാർജ് q ആൻഡ് ടൈം t റിലേറ്റഡ് ആസ് q ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത് 3t² - 2t + 4 എന്ന് പറഞ്ഞേക്കുന്നു. Find the ratio of instantaneous at t is equal to 2 seconds and average electric current from time t is equal to 0 to 2 seconds. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് കറണ്ടും ആവറേജ് കറണ്ടും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. പറഞ്ഞേ എങ്ങനെയാ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കുന്നത് dq/dt എടുത്തിട്ടല്ലേ ചെയ്യുന്നത് dq/dt എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും ഇവിടെ 60 - 2 എന്ന് കിട്ടും. ഏത് ഇൻസ്റ്റന്റിലുള്ള ഏടാ വേണ്ടത് 2 സെക്കൻഡിലുള്ള വേണ്ടത്. സോ 6 × 2 - 2 എന്ന് വരും. 6 × 2 എത്രയാ 12 ആണ്. 12 - 1 എന്നാകുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാടാ വരുന്നത് 12 - 2 എന്നാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും 10 എന്നല്ലേ വരുന്നത് സോ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് എത്ര വരും 10 ആംപിയർ നമുക്ക് അവിടെ കിട്ടും. ഇനി നോക്കിയേ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഐ ആവറേജ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ΔQ ഡിവൈഡ് ബൈ ΔT. എവിടെ തൊട്ട് എവിടെ വരെയുള്ള കണ്ടുപിടിക്കേണ്ടത് 0 to 2 സെക്കൻഡ് വരെയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2 സെക്കൻഡ് - 0 സെക്കൻഡ് അങ്ങനല്ലേ എടുക്കുന്നത് ആണല്ലോ. 2 സെക്കൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്ര കിട്ടും 3 × 4 2ന്റെ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് 4 ആവത്തില്ലേ. അപ്പൊ 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. മൈനസ് 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. പ്ലസ് നമുക്ക് എന്ത് കിട്ടും 4 എന്ന് കിട്ടും. ഈ 4 4 ക്യാൻസൽ ആയിപ്പോയി നമുക്ക് എന്ത് കിട്ടും 12 മൈനസ് ഇനി 0 ആവുന്ന സമയത്ത് എത്രയാണ് വരുന്നത് 4 അല്ലേ വരത്തുള്ളൂ. കാരണം ഇവിടെ 0 കൊടുക്കുക ഇവിടെ 0 കൊടുക്കുക. അപ്പൊ 0 - 0 + 4 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 എന്ന് വരും. ഡിവൈഡ് ബൈ ΔT. t2 - t1 എന്ന് പറയുമ്പോൾ 2 - 0 അത് എത്രയാണ് വരുന്നത് 2 അല്ലേ വരുന്നത്. 12 4 പോയി കഴിഞ്ഞാൽ 8 ആണ്. 8 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും ഇവിടെ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടും. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ഐ ഇൻസ്റ്റന്റേനിയസ് ഡിവൈഡ് ബൈ ഐ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10/4 അല്ലേ നമുക്ക് എന്ത് പറയാം ഇവിടുന്ന്
5:2 എന്ന് നമുക്ക് ആൻസർ പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാടാ. ആൻസർ ഉണ്ട്. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ ഇടപെടും. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേടാ, 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ EMF ഓഫ് എ പ്രൈമറി സെൽ ഈസ് 2 വോൾട്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പ്രൈമറി സെല്ലിന്റെ EMF എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 2 വോൾട്ട് ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. നോക്കിക്കേ, വെൻ ഇറ്റ് ഈസ് ഷോർട്ടഡ് ഇറ്റ് ഗീവ്സ് എ കറണ്ട് ഓഫ് 4 ആംപിയർ. എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് 4 ആംപിയർ കറണ്ട് കിട്ടി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. നോക്കിയേ, I is equal to EMF E divided by ഇന്റേണൽ റെസിസ്റ്റൻസ് R പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഷോർട്ട് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാടാ? 0 എന്ന് കൊടുത്തൂടെ? 0 നമുക്ക് കൊടുക്കാൻ പറ്റും. സോ I will be equal to E divided by R എന്ന് കിട്ടും. or R is equal to E divided by I. യുടെ വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? 2 വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ കറണ്ട് എത്രയാണ് തന്നേക്കുന്നത്? 4 ആംപിയർ അല്ലേ? ആണ്. സോ നമുക്ക് എന്താ വരുന്നത്? 2/4 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.5 ആംപിയർ എന്ന്, സോറി 0.5 ആംപിയർ അല്ല, 0.5 ഓം എന്ന് നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. സോ ആൻസർ ഏതാടാ വരുന്നത്? ഓപ്ഷൻ 1 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, n rows each containing m cells in series are joined in parallel such that minimum current is drawn from this combination in a 3 ohm resistance. If the total number of cells used is 24 and the internal resistance of each cell is 0.5 ohm, find the value of m. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ n റോസ് ഉണ്ട്. ഓരോ റോസിലും m സെൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഇതിൽ നമ്മൾ മാക്സിമം കറണ്ടിനെ വലിക്കുന്നുണ്ട്. അപ്പോഴാ ഈ ഇങ്ങനെ ഈ റോസിനെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവരെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഒന്നുകൂടെ പറയാം, നോക്കടാ. n റോസ് ഉണ്ട്. അതിനകത്ത് ഓരോന്നിലും m സെൽസ് വെച്ചുണ്ട്. ഈ m സെൽസിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഒരു 3 ohm റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് മാക്സിമം കറണ്ടിനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇനി അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് 24 ആണ്. ഓരോ സെല്ലിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കുന്നത്. സോ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? m × n എന്ന് പറയുന്നതാണ് 24 എന്ന് പറയാം. ഇനി മാക്സിമം കറണ്ട് നമ്മൾ പുറത്തേക്ക് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? mr ഡിവൈഡ് ബൈ n എന്ന് പറയുന്നതാണ് r എന്ന് പറയുന്നതെന്ന് പറയാം. അവിടെ നമുക്ക് എന്ത് പറയാം? എമ്മിന് നമുക്ക് വാല്യൂ അറിഞ്ഞൂടാ. സ്മോൾ r എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. സോ 0.5 ഇൻറ്റു m ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? r എന്ന് പറയുന്നത്. r നമുക്ക് വാല്യൂ ഉണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 3 ആണ് തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0.5 m is equal to 3 n എന്ന് കിട്ടും. or m is equal to നമുക്ക് എന്തെന്ന് കിട്ടും? 6 n എന്ന് കിട്ടും. കിട്ടത്തില്ലേ? m is equal to നമുക്ക് എന്ത് കിട്ടി? 6 n എന്ന് കിട്ടി. ഇനി അതിന് ഞാൻ ഇവിടേക്ക് എടുത്ത് കൊടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? 6 n ഇൻറ്റു n is equal to 24 എന്ന് പറയാം. അവിടെ നിന്ന് എനിക്ക് n ന്റെ വാല്യൂ എന്ത് കിട്ടും? n ന്റെ വാല്യൂ എനിക്ക് അവിടുന്ന് 2 എന്ന് കിട്ടും. അങ്ങനെ എനിക്ക് n ന്റെ വാല്യൂ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? m into 2 is equal to 24 എന്ന് പറയാം. or m will be equal to എത്രയാണ് കിട്ടുവാടാ? 12 എന്ന് എനിക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 3 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഇവിടുത്തെ ആർ എഫക്റ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 3 3 6 6 6 പാരലൽ. അപ്പൊ നമുക്ക് അവിടുത്തെ എഫക്റ്റീവ് കിട്ടുന്നത് എത്രയായിരിക്കും? 3 ഓം ആയിരിക്കും കിട്ടുന്നത്. ഒന്ന് മാറ്റി വരച്ചാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഒരു 6 ഓം റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു 3 ഓം റെസിസ്റ്റർ ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? 10 വോൾട്ട് നമ്മൾ അതിൽ കൂടെ കറണ്ട് കൊടുക്കുന്നുണ്ട്. 10 വോൾട്ട് നമ്മളിവിടെ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 2 ആംപിയർ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? V is equal to I into R effective എന്ന് പറയാം. R effective എന്ന് പറയുമ്പോഴത്തേക്കിനും I into R plus 3 എന്ന് വരും. V യുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. I യുടെ വാല്യൂ 2 ആണ്. ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. R plus 3 എന്ന് നമുക്ക് കിട്ടത്തില്ലേ? കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് കിട്ടും 5 will be equal to R plus 3 എന്ന് കിട്ടും. or R is equal to നമുക്ക് എത്രയാണ് കിട്ടും? 2 ohm എന്ന് ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് ചോദിക്കാടാ. 2 ohm. ഓപ്ഷൻ 1 നമുക്ക് ആൻസർ ഇടപെടുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ?